നമുക്ക് അമ്പലവയൽ പഞ്ചായത്തിലെ നെല്ലാറച്ചാലിൻ്റെ ഗ്രാമീണ ഭംഗി നിറഞ്ഞ വ്യൂ പോയിന്റിലേക്കൊന്ന് പോകാം. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റാർട്ടിങ്ങിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട നെല്ലാറച്ചാൽ ഗ്രാമത്തിൻ്റെ ഭംഗി വിളിച്ചോതുന്ന നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ് കാരാപ്പുഴ അണക്കെട്ടിൻ്റെ ഒരു കൈവരിയാണ്. വളരെയധികം വിനോദസഞ്ചാരികൾ ദിവസം തോറും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം വൈകുന്നേരങ്ങളിൽ വീട്ടുകാരോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഒന്ന് ചെലവഴിക്കുവാൻ അത്യധികം നല്ലൊരു സ്ഥലമാണ്. എന്തായാലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വിനോദസഞ്ചാരികൾ ഓരോ ദിവസം കഴിയുന്നവരും കൂടിക്കൂടി വരികയാണ്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഭംഗി, അസ്തമയം. സൺസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭംഗി നേരിൽ കണ്ട് ആസ്വദിച്ചാൽ അതെങ്ങനെയാണെന്ന് വിലയിരുത്താനാവും. വൈകുന്നേരങ്ങളിൽ ഈ പുൽമൈതാനത്ത് ഇങ്ങനെ ഇരിക്കാൻ വളരെയധികം ഭംഗിയാണ്. വളരെ സുന്ദരമായ ഈ പ്രദേശം സുൽത്താൻ ബത്തേരി താലൂക്കിലെ അമ്പലവയൽ പഞ്ചായത്തിലെ നെല്ലാർച്ചാൽ എന്ന ഭാഗത്താണ്. നല്ല പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത്. എത്ര വാഹനങ്ങൾക്ക് വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ എത്തുന്നവരെയുള്ള വഴിയും നല്ല വഴിയാണ്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറ്. ഇവിടെ നല്ല കാറ്റാണ് വൈകുന്നേരങ്ങളിൽ. ആകാശം മേഘാവൃതമായി സൂര്യൻ ആ മലയുടെ ഇടയിലേക്ക് അസ്തമയത്തിനായി നീങ്ങുന്നൊരു കാഴ്ച വളരെ ഭംഗിയാണ്. പാറക്കൂട്ടങ്ങളും വിശ്രമിക്കാൻ ആവശ്യമായ പാറക്കൂട്ടങ്ങളും ഇതിനോട് ചേർന്നുണ്ട്. നല്ല ഒരു അന്തരീക്ഷം. പുറമേ നിന്നും വയനാട്ടിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വിനോദസഞ്ചാരികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ദൂരെയുള്ള വലിയ കുന്നുകളും ഇതിൻ്റെ ഭംഗി, മരങ്ങൾക്കിടയിലൂടെയുള്ള സൂര്യരശ്മികൾ പതിയുന്നത് വളരെ നല്ലൊരു കാഴ്ചയാണ്. പാറക്കൂട്ടങ്ങളും മരങ്ങളും ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ഭംഗിയാണ്. വൈകുന്നേരങ്ങളിൽ ചെറിയ സ്നാക്സും ചായയും കഴിച്ച് ഇവിടെ കുടുംബശ്രീയുടെ ചെറിയ ടീ സ്റ്റോളുകളുമുണ്ട്. വാഹനങ്ങൾ നിരയായി നിർത്തിയിരിക്കുന്നു. ചെറിയ കുടുംബശ്രീയുടെ കീഴിലുള്ള ചെറിയ കുമ്പിട്ടിക്കടകളും മറ്റു ഐസ്ക്രീം, സോഡ തുടങ്ങിയ ഐറ്റവും ഇതിൻ്റെ കൂടെയുണ്ട്. ആകാശങ്ങൾ എന്ത് നല്ല ഭംഗിയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ വളരെ ഭംഗിയാണ്. ചെറിയ ചൂടുള്ളതുകൊണ്ട് എല്ലാവരും ഐസ്ക്രീമാണ് കൂടുതൽ കഴിക്കുന്നതെന്ന് തോന്നുന്നു. ആഹാ, എന്ത് നല്ല ഭംഗി. ഇലകൾക്കിടയിലൂടെ സൂര്യരശ്മികൾ ആ ജലത്തിലേക്ക് പതിഞ്ഞിറങ്ങുമ്പോൾ വളരെ ഭംഗിയാണ്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി വലിയ ബാസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ആൾക്കാർ പുറത്താണ് കൂടുതലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. വരുന്നവരൊന്ന് സൂക്ഷിക്കണേ. അതിനായി സ്ഥാപിച്ചിട്ടുള്ള ബാസ്ക്കറ്റിൽ മാത്രം മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. വലിയ ബാസ്ക്കറ്റുകൾ ഇട്ടിട്ടുണ്ട് ഇവിടെ. എന്നിരുന്നാലും
അലക്ഷ്യമായി വലിച്ചെറിയുന്നത് എല്ലാവരും ഒഴിവാക്കണം. ആഹാ, എന്ത് നല്ല ഭംഗി! അസ്തമയത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കെട്ടിടങ്ങളും വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട കാരാപ്പുഴ ഡാമിൻ്റെ ഈ പ്രദേശം വിനോദസഞ്ചാരികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അകലെ സൂര്യൻ അസ്തമയത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഭംഗി കൂടുതൽ. മലയുടെ ഇടയിലേക്ക് മന്ദമായി സൂര്യൻ അസ്തമയത്തോടടുക്കുകയാണ്. ചിലർ തട്ടുകടയിലെന്ന പോലെ ചായ കുടിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള പക്കാവടയും കുടുംബശ്രീയിലെ ചേച്ചിമാരും അമ്മമാരും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു പോയെന്നാണ് അവർ പറഞ്ഞത്. നേരത്തെ തുടങ്ങിയിരുന്നതാ. നല്ല കോഴിമുട്ടയുടെ ബജിയും പക്കാവടയും ഇവിടെ, അത് നല്ല പായസവും ഉണ്ട് ഇവിടെ കേട്ടോ. ആവശ്യമുള്ളവർക്ക് പായസം, നല്ല ശുദ്ധമായ പായസം, വൃത്തിയുള്ള പായസം. ഓരോ ദിവസവും ഓരോ രീതിയിലെ പായസം. നല്ല കൈതച്ചക്കയും മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് മീൻ വളർത്തുന്ന ഒരു കൂട്. ഇതിൽ നിന്നാണ് മീന് അതിൻ്റെ സീസൺ ആകുമ്പോൾ ഇവിടെ നിന്ന് വന്നാൽ മത്സ്യങ്ങൾ ലഭിക്കും. എന്തായാലും അസ്തമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അസ്തമയം കഴിഞ്ഞു. ആമ്പലുകളും നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശത്ത്. വളരെ അപകടമേറിയ സ്ഥലമാണ്. നല്ല താഴ്ചയുണ്ട്. ആരും വരുമ്പോൾ ഇതിനോടടുത്തേക്ക് വരാൻ ശ്രമിക്കരുത്. അപകടങ്ങൾ കൂടുതലാണ്. എന്തായാലും എല്ലാവർക്കും നെല്ലാറച്ചാലിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും നല്ല ഒരു സൂര്യാസ്തമയം കാണുന്നതിനുമായി നെല്ലാറച്ചാലിൻ്റെ വ്യൂ പോയിന്റിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.